നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് നാളെ 2026 ഏപ്രിൽ മാസം 4-ാം തീയതി, അതായത് 1201 മീനമാസം 21-ാം തീയതി മന്ദവാരം. നാളെ തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:24, അസ്തമയം വൈകിട്ട് 6:32 തൃശ്ശൂരിൽ. നാളത്തെ രാഹുകാലം ശനിയാഴ്ച നിങ്ങൾക്കറിയാം. കാലത്ത് 9 മുതൽ 10:30 വരെയുള്ള സമയമാകുന്നു രാഹുകാലം. നാളെ കറുത്തപക്ഷത്തിലെ ദ്വിതീയ തിഥിയാകുന്നു. പൗർണമി കഴിഞ്ഞ് കറുത്ത പക്ഷം 5-ാം തീയതി വരെ ചന്ദ്രൻ ബലവാനാണ്. അപ്രകാരം കറുത്ത വാവ് കഴിഞ്ഞാൽ തന്നെ വെളുത്ത പക്ഷത്തിൽ 5-ാം തീയതി വരെ ചന്ദ്രൻ ദുർബലനുമാണ് എന്നറിയണം. നാളെ കാലത്ത് 10:30 വരെയാണ് കറുത്ത പക്ഷത്തിലെ ദ്വിതീയ തിഥി. അത് കഴിഞ്ഞാൽ പിന്നെ തൃതീയ തിഥിയാകുന്നു. നാളത്തെ നക്ഷത്രവും വളരെ വിശേഷപ്പെട്ട ചോതി നക്ഷത്രമാണ്. വെളുത്ത പക്ഷത്തിലെ ചോതിക്ക് വളരെയധികം ബലമുണ്ട്. സ്വാത്യാം സാഗരശുക്തിപതിതം തന്മൗക്തികം ജായതേ എന്നാണ് പ്രമാണം. ചോതി നാളിൽ ചോതി നക്ഷത്രത്തിൽ ചിപ്പിക്കുള്ളിൽ പതിക്കുന്ന ഒരു തുള്ളി വെള്ളമാകുന്നു അമൂല്യമായ മുത്തായി മാറുന്നത്. കടലിലെ മുത്ത് ഏറ്റവും വിശേഷപ്പെട്ടതാണ്. ഒരു കാലത്ത് അറബികളുടെ പ്രധാന വരുമാന മാർഗമായിരുന്നു മുത്തുപേർക്കൽ. നാളത്തെ നക്ഷത്രം നല്ലതാണ്. നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശുഭകാര്യങ്ങൾക്ക് രാഹുകാലം കഴിഞ്ഞുള്ള 10:30 മുതൽ 12 മണി വരെയുള്ള സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കും അനുകൂലമാണെന്ന് അറിയുക. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു. അതിന് പുറമെ നാളത്തെ നക്ഷത്രം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരും ചോതി നക്ഷത്രമാണെന്ന് ഞാൻ പറഞ്ഞു. തിരുവാതിര, ചോതി, ചതയം ഈ നക്ഷത്രങ്ങളെ ഭരിക്കുന്ന ഗ്രഹം രാഹുവാകുന്നു. അതിനാൽ നാളെ സർപ്പക്ഷേത്രത്തിൽ ആയില്യപൂജ, സർപ്പബലി ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. നവഗ്രഹത്തിൽ രാഹുകേതു അർച്ചന ചെയ്യുക. അല്ലെങ്കിൽ നാഗസംബന്ധമായ ഏത് പ്രാർത്ഥനയും നല്ല ഗുണകരമായി വരും. നിങ്ങൾക്ക് പ്രാർത്ഥിക്കേണ്ടത് ഓം രാഹവേ നമഃ, ഓം കേതവേ നമഃ എന്ന പഞ്ചാക്ഷരി മന്ത്രമാണെന്ന് കൂടെ അറിയുക. ഏതായാലും ശിവനുമായി അങ്ങേറ്റം ബന്ധമുള്ള ദേവതാ വിഷയമാകുന്നു നാളെ ശനിയാഴ്ചയും കൂടെയാണ്. അതിനാൽ നെയ്വിളക്ക് ശനീശ്വരന് സമർപ്പിക്കുന്നത് വളരെ ഉത്തമമാണെന്ന് അറിയുക. നന്ദി, നമസ്തേ.